മൂടിയതിനെ ഇന്ന് പകൽക്കാലം എന്റെ ദൈവം മൂടാൻ ഇറങ്ങുക. ഞാൻ പ്രകാശിക്കാൻ പോവാ. ആത്മാവിന്റെ ഒരുക്കം നമ്മളിൽ വേണം. ഇരുൾ മൂടുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നമുക്കൊരു വചനം വായിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 60:1. എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. സ്തോത്രം കർത്താവേ, നൽകിയ വചനത്തിനായി സ്തോത്രം ചെയ്തു. കർത്താവേ, അടിയനെ ഏൽപ്പിക്കുന്നു, അങ്ങയുടെ ജനത്തെ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ബലപ്പെടുവാൻ സ്വർഗം സഹായിക്കണം. തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ആരുടെ മേൽ ഉദിച്ചിരിക്കുന്നത്? എൻ്റെ മേൽ, എൻ്റെ തലമുറകളുടെ മേൽ, എൻ്റെ സഭയുടെ മേൽ, എൻ്റെ വാഗ്ദത്തങ്ങളുടെ മേൽ. ഹല്ലേലൂയ. എഴുന്നേറ്റ് പ്രകാശിക്കുക എന്ന് പറഞ്ഞപ്പം എവിടെയൊക്കെ ഇരുന്നു പോയ ചില മേഖലകളുണ്ട്. ഹല്ലേലൂയ. നിന്നെ ഇരുന്നതുകൊണ്ട്, നിന്നെ ഇരുത്തിയതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇരുത്തിയതിനെയും ഇരുന്ന മേഖലയും നമ്മൾ നോക്കി പറയാൻ പോവാ, എൻ്റെ പ്രകാശം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. വരുമെന്നല്ല, വന്നിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഒരുമിച്ചൊന്ന് പറഞ്ഞേ, എഴുന്നേറ്റ് ഞാൻ പ്രകാശിക്കാൻ പോവാ. അത് ലോകം കാണുന്നത് പോലെയല്ല, ദൈവത്തിന്റെ തേജസ്സിനാൽ. യെശയ്യാവ് എന്ന് പറയുന്നത് പ്രവാചകന്മാരിലൊക്കെ ഭയങ്കര പവർഫുൾ പ്രവാചകനായിരുന്നു. പക്ഷെ പുള്ളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമ്മളെ പറയുവാണെങ്കിൽ പറയും, ഞാൻ വന്നത് കടഭാരം, ഫാമിലി ഇഷ്യൂസ്, തലമുറകളുടെ വിഷയം, എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധിയിലായിരിക്കാം നമ്മൾ യേശുവിനെ കണ്ടത്. യെശയ്യാവിനെ പറ്റി പറയുകയാണെങ്കിൽ, യെശയ്യാവിന്റെ മുമ്പിൽ എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. അടുത്ത രാജാവും ചെങ്കോലും ആകേണ്ട ആളായിരുന്നു. ലോകപരമായിട്ടുള്ള എല്ലാ സ്ഥാനങ്ങളും മാനങ്ങളും ആ രാജ്യത്തും താനായിരുന്ന എല്ലാ പ്രൗഢിയോടുകൂടി ജീവിച്ചൊരു മനുഷ്യനാ. എന്നിട്ടും താനായിരുന്ന മേഖലയ്ക്ക് തിരിക്കാൻ ആഗ്രഹിക്കാതെ ദൈവത്തിന്റെ വാക്കിന്, ദൈവത്തിന്റെ ശബ്ദത്തിനു വേണ്ടി നാവിനെ ഉയർത്തിയ ഒരു മനുഷ്യനാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ പല ശബ്ദത്തിന് മുമ്പ് ഇരുന്നു പോയി, പലതിന് മുമ്പിൽ നമ്മൾ ഇരുന്നു പോയി. ഇന്ന് പകൽക്കാലം ഞാൻ ഇരുന്ന മേഖലയ്ക്കകത്ത് എഴുന്നേക്കാൻ പോവാ, ഞാൻ പ്രകാശിക്കാൻ പോവാ. ഇരുള് മൂടി വെച്ചത്, ഇരുള് മൂടി വെച്ചത്, നിന്റെ തലമുറകളെ മൂടിയത്, നിന്റെ കുടുംബത്തെ മൂടിയ ചില ഇരുളിനെ ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, എന്ത് മൂടിയോ, എന്ത് നിന്നെ മൂടിയോ, ആ മൂടിയതിനെ എന്റെ ദൈവത്തിന്റെ തേജസ് മൂടി. അത് നിന്റെ മേൽ കർത്താവിന്റെ തേജസ് പ്രകാശമാകുക. ഇന്ന് പകൽക്കാലം നിന്നെ എന്തൊതുക്കിയോ, ആരാധിക്കാൻ കഴിയാത്തവണ്ണം, പ്രാർത്ഥിക്കാൻ കഴിയാത്തവണ്ണം, കഴിഞ്ഞ നാളുകളിൽ പോലെ വർഷിപ്പ് ചെയ്യുവാൻ കഴിയാത്തവണ്ണം നിന്നെ മൂടിയതിനെ ഇന്ന് പകൽക്കാലം എന്റെ ദൈവം മൂടാൻ ഇറങ്ങുക. ലോകത്തിന്റെ ഒരു നേതാവോ ലോകത്തിൻ്റെതായ ഒരു പ്രഭു അല്ല പറഞ്ഞത്, സൈന്യങ്ങളുടെ യഹോവ, സൈന്യങ്ങളുടെ യഹോവ ഇന്ന് പകൽക്കാലം നിന്നോട് പറയുക, എഴുന്നേൽക്കുക. ഇരുന്നതും മതി, കിടന്നതും മതി. മരണം കാത്തു നിന്ന ഏലിയാവ് നമ്മളെ പോലെ സമസ്വഭാവമുള്ളവനാ. നമുക്ക് എത്ര വിടുതല്, നമ്മൾ ആഴ്ച തോറും ഫുൾ മൊത്തം മീറ്റിംഗാ, പക്ഷെ വിടുതലിന് നമ്മുടെ കൺമുമ്പിൽ കണ്ടാലും പലപ്പോഴും നമ്മൾ ഏലിയാവിനെ പോലെ സമസ്വഭാവമുള്ളവനാ. ഒരു സ്ത്രീയുടെ വാക്കിന് മുമ്പില എനിക്ക് മരണം മതിയെന്ന കാത്ത് ചൂരച്ചെടിയുടെ, പലപ്പോഴും ചൂരച്ചെടിയുടെ മറവിലും എന്നെ ആരും അറിയണ്ട, എന്നെ ആരും കാണണ്ട, എനിക്കിനി ഒന്നുമില്ല, ഇവിടം കൊണ്ട് ഞാൻ അവസാനിച്ചു, ഇവിടം കൊണ്ട് എൻ്റെ ജീവിതം തീർന്നു, ഇവിടം കൊണ്ട് ഞാൻ എല്ലാം അസ്തമിച്ചു. വാഗ്ദത്തങ്ങളൊക്കെ പലരും പറയും, പക്ഷെ ഇവിടം കൊണ്ട് ഞാൻ തീർന്നു. എന്നെ കാണുന്നവരാരുമില്ല, എന്നെ കേൾക്കുന്നവൻ ആരുമില്ല. എന്നെ വിലപിക്കുന്ന ഹൃദയമേ, നിന്റെ ഹൃദയത്തെ തൊട്ടറിയുന്ന അരുമനാഥൻ പറയുക, ഞാൻ വന്നിരിക്കുന്നു, എന്റെ തേജസ്സാകുന്ന പ്രകാശം കൊണ്ട് വന്നിരിക്കുന്നു. നീ ഒന്ന് എഴുന്നേൽക്കാമോ? വാഗ്ദത്തം കേട്ട,
മുരടിച്ച നിന്റെ ഹൃദയത്തിനകത്ത് ഇന്ന് പകൽക്കാലം ഈ വചനം ഒരു തീയമ്പ് പോലെ തളയ്ക്കണം. ഞാൻ ഒതുങ്ങത്തില്ല, ഇരുട്ടിനെ മൂടി വെക്കുവാൻ കഴിയില്ല. ലോകത്തിന്റെ വെളിച്ചമായവന്റെ മക്കളാ നമ്മൾ. ലോകത്തിലുള്ളതൊക്കെ പാപങ്ങളും അതിക്രമങ്ങൾ കൊണ്ട് നിറഞ്ഞവരാ. ലോകത്തിന്റെ ഇരുട്ടിലാ പോകുന്നത്. ഹല്ലേലൂയ. പല ദൈവമക്കളും ഇന്ന് ലോകത്തിന്റെ ഇരുട്ടിലാ. ക്രിസ്തുവാകുന്നവന്റെ ഒരു ലൈറ്റ് ഹൗസ് ആകുവാൻ നമ്മൾ ഓരോരുത്തരും ആയിരിക്കണം. എന്താ ഈ ലൈറ്റ് ഹൗസിന്റെ പ്രത്യേകത? എന്താ വെളിച്ചമാണെന്ന, പക്ഷെ എന്താ ലൈറ്റ് ഹൗസ്? നമ്മൾ കണ്ടിട്ടില്ലേ, കടൽ തീരത്തൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. എന്താ ദിശയറിയാതെ ദിക്കറിയാതെ കടലിൽ ഉഴഞ്ഞു നടക്കുന്ന മുക്കുവന്മാരെ തിരികെ അവരെ കരയിലേക്ക് കൊണ്ടുവരുന്ന ഇതാണ് ലൈറ്റ് ഹൗസ്. ഇന്ന് പകൽക്കാലം ക്രിസ്തുവിന്റെ ഒരു ലൈറ്റ് ഹൗസ് ആകുവാൻ, കാറ്റും മഴയും വെയിലും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒറ്റപ്പെടലും വേദനകളും ഉണ്ടെങ്കിലും ക്രിസ്തുവിന്റെ ലൈറ്റ് ഹൗസ് ആവാൻ ഞാൻ തയ്യാറാണപ്പാ. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ലൈറ്റ് ഹൗസ് ആവാൻ വാഗ്ദത്തങ്ങളുണ്ട്. അത് ചിലപ്പോൾ മൂടപ്പെട്ട് കിടക്കുക. പക്ഷെ നീ ഒന്ന് എഴുന്നേറ്റാൽ നിന്നെ മൂടിയത്, നിന്റെ വഴികളെ അടച്ചത്, നിന്റെ തലമുറകൾ ഉയരില്ലെന്ന് പറഞ്ഞ ചില മൂടിക്കെട്ടിയ വാക്കുകളെ കീറി മുറിച്ചിറക്കുന്ന ഒരു ദൈവിക പ്രകാശം ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിനകത്ത് മൂടാൻ ചിലതുണ്ട്. ദൈവമക്കളെ, മൂടാൻ ചിലതുണ്ട്. അത് കർത്താവാക്കി വെച്ചതാ. പക്ഷെ നീ പറഞ്ഞ എനിക്ക് മനസ്സില്ലെന്നാ. മൂടാൻ എനിക്ക് മനസ്സില്ല, മൂടിയതിനെ ഒതുങ്ങിയിരിക്കാൻ എനിക്ക് മനസ്സില്ല. പലപ്പോഴും നമ്മൾ മനസ്സ് മടുത്തിരിക്കുമ്പോഴാണ് നമ്മുടെ വാഗ്ദത്തങ്ങൾ വൈകുന്നത്. ഒരിക്കലും എൻ്റെ തമ്പുരാൻ ഒരു വാക്ക് പറഞ്ഞ് മാറത്തില്ല. പലതും മാറിപ്പോയത് എൻ്റെ നിന്റെ കുറവുകളാണെന്ന് സമ്മതിക്കാമോ? പലതിലും ഇരുന്ന് പോയതാണ് കർത്താവേ. ചില സോഷ്യൽ മീഡിയക്കകത്ത്, ചില വാട്സപ്പിനകത്ത്, ലോകത്തിന്റെ മ്ലേച്ഛമായ ചില വഴികളിൽ ഞാൻ ഇരുന്ന് പോയത് കൊണ്ടപ്പാ എൻ്റെ ഭവനത്തിൽ ഇത് സംഭവിച്ചത്, എൻ്റെ തലമുറകളിൽ ഇത് സംഭവിച്ചത്. ദൈവത്തിന് കൊടുക്കേണ്ട ചില സമയങ്ങളുണ്ട്. അത് പലപ്പോഴും നമ്മൾ കൊടുത്തത് നമ്മുടെ ലോകമോഹങ്ങൾക്ക് വേണ്ടിയാ, നമ്മുടെ ജഡത്തിന്റെ ചില ഇച്ഛകൾക്ക് വേണ്ടിയാ. ഇന്ന് പകൽക്കാലം വിടുതൽ വേണം, സകലതും വേണം. പക്ഷേ നിന്റെയും ജീവിതം ഒരു നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ നിനക്ക് മനസ്സുണ്ടോ? തമ്പുരാന്റെ വചനം എടുത്തു നോക്കിയാൽ ഏത് രോഗിയെ സൗഖ്യമാക്കിയാലും എൻ്റെ തമ്പുരാൻ എവിടെ ചെന്നാലും ചോദിക്കുന്നൊരു വാക്കുണ്ട്, നിനക്ക് മനസ്സുണ്ടോ? ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ഒരു ചലഞ്ചായി ചോദിക്കുക, നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഒന്ന് എഴുന്നേൽക്കാൻ, ഒന്ന് പ്രാർത്ഥിക്കാൻ, ഒന്ന് ആരാധിക്കാൻ. ദൈവം പറഞ്ഞ ദൈവഹിതത്തിനൊത്തവണ്ണം നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട കാലഘട്ടമാ ഇത്. വല്ലാത്ത കാലഘട്ടമാ. അതിക്രമങ്ങൾ പാപം കൊണ്ട് മരിക്കുന്ന ഒരു ആത്മീയ ലോകമാ. ഞാൻ ലോകപ്രകാരമുള്ള ഒരു മനുഷ്യരെയല്ല പറയുന്നത്. ആത്മീയ മേഖല ഇന്ന് അതിക്രമങ്ങൾ കൊണ്ടും പാപം കൊണ്ടും പല ദൈവമക്കളും ദൈവദാസന്മാരും ദാസിമാരും ദൈവ കുടുംബങ്ങളിലും ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെടുമ്പോൾ ഇന്ന് പകൽക്കാലം അതൊന്ന് തെറ്റിയൊഴിഞ്ഞ ദൈവമേ, എൻ്റെ കുടുംബത്തെ, എൻ്റെ സഭയെ, എൻ്റെ തലമുറയെ ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ട സമയമായി. ചില സമയങ്ങൾ ഇടിവിൽ നിൽക്കുന്ന നിലവിളിക്കേണ്ട കാലമായി. ലോകത്തിന്റെ പല ആകർഷണങ്ങള് നമ്മുടെ തലമുറകളിലേക്ക് പോകുമ്പോൾ നിലവിളിക്കുന്ന ഒരു പിതാവ്, നിലവിളിക്കുന്ന ഒരു മാതാവ്, നിലവിളിക്കുന്ന ഒരു സഭ, നിലവിളിക്കുന്ന ചില അഭിഷക്തന്മാർ, നിലവിളിക്കുന്ന ചില അഭിഷക്തകള് ഉണ്ടെങ്കിൽ ഇരുൾ മൂടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇരുൾ മൂടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ചില മൂടി വെച്ച ഇരുളുകളെ, ചില ഈ മൂടി വെച്ച നന്മകളെ, അബ്രഹാമിന്റെ കാലത്ത് ചിലത് മൂടി വെച്ചത് തലമുറകൾ കൂടെ പുറത്തു വന്നതുപോലെ ഇന്നലകളിൽ നമ്മുടെ ജീവിത മേഖലകളിൽ ശത്രുമകൻ മൂടി വെച്ച ചില വാഗ്ദത്തങ്ങള്, ദൈവ പ്രവർത്തികള് എൻ്റെ സഭയുടെ മേൽ, എൻ്റെ തലമുറകളുടെ മേൽ, എൻ്റെ സഭയും കുടുംബങ്ങളുടെ മേൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാൻ പോകുക. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ചൂരച്ചെടിയുടെ അവസ്ഥയ്ക്കകത്ത് വന്നപ്പോഴും ഒരു അഭിഷക്തൻ പറഞ്ഞു, എനിക്ക് മരിച്ചാൽ മതി, മരണം മാത്രം സ്ത്രീയുടെ വാക്കിന് മുമ്പില്ല. ഇന്ന് ചീരത്തോട്ടമാക്കി തീർക്കുവാൻ
പിശാചാകുന്നവൻ വെല്ലുവിളിക്കുന്ന മേഖലകളെ ആത്മാവിന്റെ ദൃഷ്ടി കൊണ്ട് കണ്ട് നിന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം. നിന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം. ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണമെങ്കിൽ ആത്മാവിന്റെ ഒരുക്കം നമ്മളിൽ വേണം. എങ്ങനെ നമ്മുടെ ആത്മാവിന്റെ ഒരുക്കം വരണം? ചില അപ്ഡേഷന്, ആത്മീയ അപ്ഡേഷന്, ചില പ്രാർത്ഥനകൾ വർദ്ധിക്കണം, ചില ഉപവാസങ്ങൾ വർദ്ധിക്കണം, നമ്മുടെ ആത്മീയ തലങ്ങൾ വർദ്ധിക്കണം. ഒരു അപ്ഡേഷൻ നമ്മളിൽ ഉണ്ടാകണം. പിടിച്ചു വച്ചതും പറിച്ചെടുത്തതും ഒക്കെ തിരികെ പിടിക്കുന്ന നാളുകളാകണം. ഏലോഹിമിനകത്ത് ഒരു ജൈവജനത്തിന് ഒരു ആത്മീയ ചലഞ്ച് ഉണ്ടാകണം. നമ്മൾ എവിടെ പോകോട്ടെ, നമ്മുടെ തലമുറകള്, നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ ഉള്ളിലാ കർത്താവേ ഒന്നിനാലും ദൈവത്തിന്റെ പ്രമാണത്തിന് വിരോധമായി ഒന്നും, ഹല്ലേലൂയ, വാക്തത്വമുള്ള കുഞ്ഞുങ്ങളാ നമ്മുടെ തലമുറകള്. പക്ഷേ നിന്റെ വാക്തത്തിന് വിരോധമായി ചലിക്കുന്ന ചില മേഖലകളുണ്ട്. നമ്മൾ നടക്കുമ്പോഴും ഒരു നിഴല് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്, നമ്മുടെ നിഴല. അതുപോലെ ചില ഇരുളുകളാ നമ്മളെ മൂടി വെക്കുവാൻ, നമ്മൾ എത്ര വെളിച്ചത്തിലാണെന്ന് പറഞ്ഞാലും പാരമ്പര്യങ്ങളും നമ്മളെ വീട്ടിക്കളയുവാൻ, നമ്മുടെ വീടില്ലെന്ന് പറയുന്ന വിഷയം നമ്മളെ വീട്ടുന്നത് അതെപ്പോഴാണെങ്കിലും. അതുകൊണ്ട് അനുദിനം നമ്മൾ എന്ത് വെക്കണം? കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച്, ദൈവ കൃപയില്ലെങ്കിൽ, അവന്റെ സാന്നിധ്യമില്ലെങ്കിൽ ദൈവജനം ഉണരണം. ഉണർന്ന് നമ്മളെ തന്നെ ഒരുക്കണം. നമ്മുടെ സഭയോട്ട് പ്രാർത്ഥിക്കണം. നശിച്ചു പോകുന്ന ചില ആത്മീയ മേഖലകളൊക്കെ ഇന്ന് വല്ലാത്ത നിലവാരങ്ങളിലേക്ക് നമുക്കിതൊക്കെ തിരിച്ചു പിടിക്കണം. നമുക്കതിനുള്ള കഴിവുകളില്ല. അതിന് കഴിവുള്ള ദൈവദാസന്മാരൊക്കെ അവർക്കൊരു ബാക്ക് ബോൺ ആയിട്ട് നമ്മുടെ പ്രാർത്ഥന കൂടെ ഇരിക്കണം. ഇരുള് മൂടിയതിനെ ചിലത് നമ്മൾ ഇന്ന് മാറ്റാൻ പോവുക. നമ്മൾ തേജസ് പ്രാപിക്കാൻ പോവുക. മരിച്ചവർക്ക് ഇരിക്കാൻ പറ്റൂ. ഇരുട്ടിൽ ഇരിക്കുന്നവര് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പീന ദൈവം പറയുന്നത്, എന്നിട്ട് പ്രകാശിപ്പീന. എങ്കില് എഫെസ്യർ ലേഖനത്തിനകത്ത് പറഞ്ഞ വാക്യമുണ്ട് 5 അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പി. ഇരുട്ടിക്കിടക്കുന്നവർ ഒരു മരിച്ച അവസ്ഥയാ. നമ്മള് ആത്മീയമായിട്ട് പിന്മാറ്റത്തിൽ വന്നവരോട് പറഞ്ഞ ഒരു വല്ലാത്ത ഒരു മരിച്ച അവസ്ഥ. നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, ഒരു വല്ലാത്ത അവസ്ഥ. അങ്ങനെയുള്ളവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാനാണ് ദൈവം പറയുന്നത്. ഇന്ന് പകൽക്കാലം നമ്മളെ ഇരുത്തിയ ചില മേഖലകളെ, നമ്മൾ ഇരുന്നു പോയ മേഖലകളെ ഇന്ന് ആത്മാവിന്റെ പ്രകാശത്തിൽ എഴുന്നേറ്റ് നമ്മൾ പ്രകാശിക്കാൻ പോവുക. എങ്ങനെ പ്രകാശിക്കണം? ഒരു തണ്ടിമേ ശോഭിക്കുന്ന വിളക്ക് പോലെ. ചില പറയിന്റെ കീഴിൽ നമ്മളെ ഒതുക്കി വെക്കുവാൻ നോക്കുന്ന ചില വാക്കുകള്, ചില വ്യക്തിത്വങ്ങള്, ചിലത് പലതുമുണ്ട്. ദൈവസന്നിധിയിൽ ഒരു വാക്തത്വത്തിന് വേണ്ടി കാത്തു നിന്ന ഹന്നയ്ക്ക് ചില വാക്കുകളായി അവളെ പറയും കീഴില. അവിടെ ആത്മീയ ആരാധന ഒതുക്കുവാൻ ശത്രുവാകൾ പദ്ധതി ഒതുക്കിയപ്പോൾ അവൾ ഒതുങ്ങുവാൻ തയ്യാറായില്ല. അതുപോലെ നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കുമ്പോൾ ഒരു ഇരുട്ടുള്ള മുറിക്കകത്ത് നമ്മൾ കടന്ന് നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ? പക്ഷെ അതിനകത്തൊരു വെളിച്ചമുണ്ടെങ്കില ഇന്ന് പകൽക്കാലം നമ്മൾ ക്രിസ്തുവാകുന്ന ഒരു വെളിച്ചമായി തീരുമ്പോൾ നമ്മൾ പ്രകാശിക്കും. നമ്മൾ ഈ ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് നമ്മൾ ഇരുന്ന് ആരാധിക്കുന്നേക്കാൾ നിന്ന് ആരാധിക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി. ഇരുന്നൊക്കെ വെക്കുമ്പോൾ നമ്മൾ കാലം കൂടി ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ, അതൊക്കെ വ്യക്തിപരം. പക്ഷെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമുക്കൊരു ഉന്മേഷമാണ്. നമ്മുടെ ഈ കാലിൻ്റെ അടിയിലുള്ള ആ ഞരമ്പുകളാണ് നമ്മുടെ തലച്ചോറ് വരെയും നമുക്ക് എനർജി തരുന്നത്. അപ്പം നമ്മളിങ്ങനെ കാലൊക്കെ അങ്ങോട്ട് പൊക്കി ഒന്ന് ആരാധിക്കും, നമ്മുടെ ഫേവയൊക്കെ ആരാധിക്കുന്ന പോലെ അങ്ങോട്ട് ആരാധിക്കുമ്പോൾ എന്തൊരു ആത്മീയ സന്തോഷമാ. അതുപോലെ ഒരു ആത്മീയ നിലവാരങ്ങൾ നമ്മളെ മുറിച്ചു മാറ്റുന്ന, നമ്മുടെ ആത്മീയ ഒതുക്കിക്കളയുന്ന ഇരുട്ടിന്റെ വാക്കുകളും പ്രവർത്തികളും വരുമ്പോൾ നമ്മൾ അതിനോടൊക്കെ ഗുഡ് ബൈ പറയണം. ഇനി ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടത്, ഉണർന്ന് ജാഗരിക്കേണ്ട സമയമാ. കള്ളനെ പോലെ വരുമെന്ന അത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ആത്മീയ സെൻസ് ഉള്ളവരാകണം. ആത്മീയ സെൻസ് ഉള്ള ആകണമെങ്കിൽ ദൈവത്തിന്റെ തേജസ് പ്രാപിച്ച ഒരു ദൈവ പൈതലിനെ പറ്റത്തുള്ളൂ. പലപ്പോഴും ഉറങ്ങിയ ഒരു കഥാപാത്രമുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ, ശിംശോൻ എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ? സൂര്യപുത്രൻ. ആ ശിംശോന് ദൈവിക വാക്തത്വ പ്രകാരം ദൈവം കൊടുത്തൊരു മകനാ. സൂര്യനെ പോലെ ശോഭയുള്ള ആ ഒരു വ്യക്തി മാത്രം മതിയായിരുന്നു
തൻ്റെ ജനത്തെ നയിപ്പാൻ അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. പച്ച താടികൾ കൊണ്ട് ആയിരക്കണക്കിന് ഫെലിസ്തീനെ കൊന്നുപിടിച്ച് അത്രയേറെ പന്തം കെട്ടി ഫെലിസ്തീനെ വിളവുകളെ നശിപ്പിച്ച് അങ്ങനെ ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്ന ഒരു മനുഷ്യൻ ലോകത്തിന്റെ മോഹമാകുന്ന ചിലത് വീണുറങ്ങിപ്പോയി, പലപ്പോഴും ഉറങ്ങിപ്പോയി. ദൈവം വാണിങ്ങി കൊടുത്ത് അഭിഷേകം വീഴുന്നത് 4 ആൾ അറിയും, പക്ഷെ അത് പോകുന്നത് നീയും അറിയില്ല, ഞാനും അറിയില്ല. പലപ്പോഴും പല ഉപവാസങ്ങളും പല പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തിനകത്തെ മുന്നറിയിപ്പുകളാ. അത് അവഗണിച്ച് പോയാൽ ദൈവകരങ്ങളിൽ വീഴുന്നത് ഭയാനകരമാ. കർത്താവ്, നമ്മൾ പറയും ശാന്തന സൗമ്യന, കർത്താവിന്റെ കരങ്ങളിൽ വീഴുന്നത്. പക്ഷെ അവൻ കോപിച്ച ക്ഷണം നേരവേ ഉള്ളൂ. പക്ഷെ കോപിച്ചാൽ ഒരു കോപവാ. പലതും കോപത്തിന് അടിമപ്പെട്ട് പലതും നീങ്ങിപ്പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാ ജൈവജനം ഏലോഹിം ഒരു വ്യത്യസ്തമാകണം. എൻ്റെ ഒരു സ്വപ്നമാ കർത്താവേ, ഞങ്ങൾ മൺമറന്നു പോയാലും നിന്റെ വരവ് എന്നാണോ ഇത് തലമുറ തലമുറയായി കത്തുന്ന ഒരു ആത്മീയ ദീപമായി അഭിഷേകത്താൽ നിറയപ്പെടണം. അത് പലപ്പോഴും ശിംശോന്റെ ചോർന്നു പോയപ്പോ ദൈവം ഉണർത്തിയിട്ടുണ്ട്. എടാ എഴുന്നേക്കടാ, എഴുന്നേറ്റ് പ്രകാശിക്കടാ, എന്റെ തേജസ് നിന്റെ മേലുണ്ട്. പലപ്പോഴും ഉണർത്തിയ മേഖലകളിൽ ഇല്ലേ? യാത്രയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കാതെ നീ കിടന്നപ്പോഴും നിന്നെ തട്ടുണർത്തിയ മേഖലകളിലില്ലേ? തകർന്ന തരിപ്പിടമാകണ്ട നിന്റെ ജീവിതത്തിനകത്ത് നിന്നെ ഉണർത്തിയ മേഖലകളില്ലേ? ഒന്ന് പറയാമോ കർത്താവേ, എന്റെ കുടുംബ മഹിമയോ എന്റെ മേലുള്ള അഭിഷേകമോ എന്റേതായ യാതൊരു യോഗ്യതയുമല്ലപ്പാ, നിന്റെ കൃപ, നിന്റെ കൃപ. ഇത് പറഞ്ഞതുപോലെ അപ്പാ, ഞാൻ ഇത്രത്തോളം വരുവാ. എന്റെ കുടുംബ, നമുക്ക് പറയാം എന്റെ സഭ, എന്റെ തലമുറ എന്തുണ്ട്? എന്തേലും യോഗ്യത പറയുവാനുണ്ടോ? ജഡത്തി പുകരുന്നവരെല്ലാം ജഡപ്പകാനും തീരും. ആത്മാവി പുകരുന്നവൻ മേൽക്കുമേൽ വർദ്ധിക്കും. അവൻ മേൽക്കുമേൽ അനുഗ്രഹിക്കപ്പെടും, മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കും. ഞാൻ എൻ്റെ 16-ാമത്തെ വയസ്സിൽ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് യേശുവിന് വേണ്ടി ഇറങ്ങിയതാ. ഒരുപാട് പ്രതിസന്ധികളാ, പ്രതികൂലങ്ങളാ. എൻ്റെ കൂട്ടുകാർ പോലും എന്നെ ഒറ്റയ്ക്കാക്കിയ മേഖലയോട് ആരും മിണ്ടത്തില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു. യാത്രയുടെ യാമങ്ങളിൽ ആ സമയത്ത് എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ പപ്പായെ മാനസികമായൊക്കെ ബുദ്ധിമുട്ടി. പപ്പായ്ക്ക് ഒരു വല്ലാത്ത സമനില തെറ്റുപോലെ. എന്നോട് സ്നേഹമുള്ള ആൾ പെട്ടെന്ന് എന്നെ കാണുമ്പോൾ കൊല്ലാൻ, അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡിലേക്ക് എൻ്റെ അപ്പം പോയി. പക്ഷെ അവരെല്ലാം ഉറങ്ങുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുക്കളയ്ക്കകത്തിരുന്ന് ഞാൻ ഇന്ന് ആരാധിച്ചത്. അവിടെ നിന്നാണ് ഒരു 2 വാക്ക് അഭിഷേകം എൻ്റെ നാവിമേ കിട്ടിയത്. ഇതെന്തുവാന്ന് എനിക്കറിയത്തില്ല. ഇന്ന് അന്യഭാഷയും ദൈവത്തിന്റെ ഭാഷയൊക്കെ കളിയാക്കി ഓരോരുത്തരും യൂട്യൂബിൽ ചെയ്യുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. തമ്പുരാൻ വെറുതെ വിടത്തില്ലെങ്കിലും ഞാൻ പറയാം, ദൈവമേ അവരോട് ക്ഷമിക്കണേ എന്നാ. 2 വാക്ക് കിട്ടിയപ്പോൾ എനിക്കതറിയത്തില്ല. ഞാനപ്പോൾ അന്ന് എനിക്ക് ആത്മീയമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോളി ആൻറ്റിയോട്, ഞങ്ങളുടെ അവിടെ മോളി ആൻറ്റിയോട് ഞാൻ ചോദിച്ചു, ആൻറ്റി എനിക്കിങ്ങനെയൊക്കെ കിട്ടി. ആൻറ്റി പറഞ്ഞു അത് ദൈവത്തിൻ്റെ അഭിഷേകമാണ്. എന്നെ ഒരിടത്തു കൊണ്ട് എപ്പോഴും ഞങ്ങൾ രാത്രിയിലൊക്കെ പലയിടത്തും പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ എനിക്കത് അന്ന് എല്ലാ നാമത്തിലും മേലായി നാം ആ പാട്ടൊക്കെ പാടി ആത്മാവിൽ ഞാൻ നിറഞ്ഞു. എനിക്ക് ഭയങ്കര കൊതിയ. ഞാൻ ഓരോ ദൈവദാസന്മാരും ദൈവദാസികളൊക്കെ ദൈവകരങ്ങൾ ഉപയോഗിക്കപ്പെടുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പാ എനിക്കിങ്ങനെ ഒരു കാലം തരണേന്ന്. എന്റെ ജീവശാസ്ത്രം തീരും വരെ വിശ്വസ്തയോടെ ഒന്നിന്റെ മുമ്പിൽ അടിയറവ് വെക്കാതെ ഞാൻ ഇത് വിശ്വസ്തയോടെ ഉയർത്തുവന്ന കൃപയാൽ എന്റെ ദൈവം നീ ഇത്രയോളം നിർത്തി. ബാംഗ്ലൂരിന്റെ പട്ടണത്തിലാ, ആ നശിക്കാവുന്ന ദേശത്തും ഞങ്ങൾക്ക് ചെറിയൊരു കൂട്ടം എൻ്റെ ട്യൂട്ടേഴ്സൊക്കെ എൻ്റെ കൂടെ ആരാധിക്കാൻ വരുമായിരുന്നു. ഞാൻ പറയുവാണ്, എനിക്ക് കൊതിയാണ് കർത്താവിൻ്റെ വേല ചെയ്യാൻ. ഒരുപാട് ഇഷ്ടമായിരുന്നു എനിക്ക്. എൻ്റെ നാക്കിനൊരു ചെറിയ വിഷയമുണ്ട്. അത് എന്നെ പലയിടത്തും കൊണ്ടുപോയി നോക്കിയിട്ടുണ്ട്. പക്ഷെ അവർ പറയുന്ന ഒന്നും കുഴപ്പമില്ലെന്നാ.
അപ്പൊ ഞാൻ പറയും, ദൈവമേ എന്ത് പ്രാഗൽഭ്യത്തോടെ ഓരോരുത്തർ സൂക്ഷിക്കുന്നത്, എനിക്ക് അങ്ങനെയൊന്നും. അപ്പൊ ദൂത് ഒരുപാട് കേൾക്കും, എന്നോട് പറയും ഇങ്ങനെ അങ്ങനെ. അപ്പൊ ഞാൻ പറയും, കർത്താവേ എനിക്ക് നാക്കിന് ഭയങ്കര സംസാരിക്കാനൊക്കെ ചില സമയത്ത് സ്പീഡ് കൂടുമ്പോഴൊക്കെ ഒരു വിക്ക് പോലെ ഉണ്ടല്ലോ ദൈവമേ, ഞാൻ എങ്ങനെ പറയുമെന്നൊക്കെ ഞാൻ ചിന്തിച്ച കാലങ്ങളുണ്ട്. പക്ഷെ ഓരോ ദൂതുകൾ പറയുമ്പോഴും എൻ്റെ ദൈവനെ ഉണർത്തുക. എനിക്ക് ഒരു യോഗ്യതയും പറയുവാനില്ല. ഇതിന്റെ ഒന്നും എനിക്കറിയില്ല. ഞാൻ ഈ പുൽപ്പറ്റി കയറി നിർത്തുന്നതല്ലാതെ എനിക്കൊന്നും അറിയാം. ഒരു വചനം എൻ്റെ ഹൃദയത്തിൽ കിട്ടും, ഞാനതിങ്ങനെ ഓമനിച്ച് അതുകൊണ്ട് ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോഴും എവിടെ പോയാലും ഞാൻ അതിങ്ങനെ കൊണ്ട് നടക്കും. അതല്ലാതെ എനിക്ക് ഒരു യോഗ്യതയും, എൻ്റെ കർത്താവേ ഇന്ന് ഞാൻ പറയാം, എനിക്ക് ഒരു യോഗ്യതയും പുകഴാനില്ല. എനിക്ക് ഇഷ്ടമാ ദൈവത്തിന്റെ വേല ചെയ്യാൻ, ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ കൊതിയാ. ഇതെന്റെ തലമുറകളിലേക്ക് വിശ്വസ്തയോടെ എൻ്റെ സ്വപ്നമാ. അവർക്ക് ജീവിതത്തിൽ കർത്താവെ കിട്ടുന്ന ഏറ്റവും ഒരു വലിയ ഭാഗ്യമാ. അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സോടെ ചെയ്താൽ മതി, ദൈവസനെ സമർപ്പിച്ചാൽ മതി. ഞാൻ എപ്പോഴും പറയുന്ന പോലെ മുക്കുവരെ മാണിക്യമാക്കിയ ഒരു ദൈവമാ. മുക്കുവരുടെ ഭാഷ അവരെ ആരും അംഗീകരിക്കുന്നതല്ല. അവരെയും കൊണ്ട് ദൈവത്തിന് ചെയ്യാമെങ്കിൽ ഈ പൊട്ടിയെ കൊണ്ട് കഴിയും. നമ്മൾ ദൈവത്തിന് വേണ്ടി ഇറങ്ങിയെങ്കിൽ, ദൈവമേ ഒന്നിനാലും നിന്നെ വിട്ട് ഞാൻ ഒരടി പുറകോട്ട് പോകത്തില്ല. എന്നെ ജീവിതത്തിൽ വന്നാലും ദുഃഖങ്ങളാകട്ടെ, കഷ്ടതകളാകട്ടെ, ഒറ്റപ്പെടലാട്ടെ, ഏത് വിഷയം, ജോലി പോയാലും. അങ്ങനെ പറയാൻ ആർക്കെങ്കിലും മനസ്സുണ്ടോ? ജോലിയിലായിരിക്കുമ്പോൾ നമ്മൾ ആൾക്കാർ ചോദിക്കടാ, എടീ ജോലി, നീ ഇത്രയും പഠിച്ച് നീ ഇത്രയും ജോലി ഇല്ലയോ? അപ്പത്തേന് ഏലിയാവിനെ പോലെ പോയി ഇരിക്കാനല്ല. എൻ്റെ ദൈവത്തിന് ശ്രേഷ്ഠമായത് ചിലത്, ദൈവത്തിന് ചില അത്ഭുതങ്ങളാ. അവർ കാണുക ഞാൻ എഴുന്നേറ്റ് പ്രകാശിക്കും. ഞാൻ ഇരിക്കുന്നത് പലരും കണ്ടു, ഞാൻ ഒതുങ്ങി പോയത് പലരും കണ്ടു, ഞാൻ തീർന്നത് ചിലർ കണ്ടു, ഞാൻ അസ്തമിച്ചു. പക്ഷെ ഞാൻ എഴുന്നേറ്റ് പ്രകാശിക്കാൻ പോവാ. കൂരിട്ട് ജാതികളെ മൂടും. എൻ്റെ പ്രതികൂലങ്ങളെ, എനിക്ക് ചുറ്റുമുള്ള പ്രതികൂലങ്ങളെ എല്ലാം പോയി ഇരുട്ട് മൂടും. എൻ്റെ മേൽ അവൻ ഉദിക്കും, നീതി സൂര്യൻ എൻ്റെ മേൽ ഉദിക്കും. നമ്മൾ ഉറങ്ങിപ്പോയ ചില മേഖലകളുണ്ട്. ആരും പെർഫെക്റ്റ് ആണോ? ആരുമല്ല. നമ്മളെല്ലാം ബലഹീനതകളുണ്ട്. മനുഷ്യൻ നമ്മുടെ ബലഹീനതകളെയും നമ്മുടെ ഓരോ പ്രശ്നങ്ങളെക്കാട്ടും നമ്മളെ മാറ്റി നിർത്തുമ്പോൾ നമ്മുടെ കുറവുകൾ അറിഞ്ഞ നമുക്ക് പിന്നെ എങ്ങനെ അവനോടൊന്ന് പിറവിറക്കാൻ തോന്നും? ഇത്രയും നിർത്തിയില്ലേ, ഇത്രയും നടത്തിയില്ലേ, ഇത്രയും തന്നില്ലേ, ഒന്ന് നന്ദി പറയാമോ? പലപ്പോഴും നമ്മൾ നന്ദിയില്ലാത്തവരായിട്ട് വീണ്ടും പ്രശ്നത്തിനകത്ത് ഒതുക്കിയിട്ട് പറയും, ഈ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, അവിടെ കേൾക്കുന്നു. ഇങ്ങനെ ഇപ്പൊ ഇവിടെ ഇരുന്ന ഒരു നമ്മളെന്താ ചെയ്യുന്നത്, വോട്ട് എടുത്താൽ കുറച്ച് പേരോട് യേശുവിന് വേണ്ടി ഒരു വോട്ട് എടുക്കാം, ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയാം. അപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് മൊത്തം പരാതിയായിരിക്കും, ഒരു നന്ദിയുടെ വാക്ക് കാണത്തില്ല. ദൈവത്തിന് എന്തുവാ നമ്മൾ കൊടുക്കാനായിട്ട്, എന്തുവാ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാന്ന് പറഞ്ഞാൽ മൊത്തം പരാതിയായിരിക്കാം. പക്ഷെ ഒന്ന് നോക്കിക്കേ, എന്നെപ്പോലെ നിന്നെപ്പോലെ രോഗങ്ങൾ വന്ന എത്രയോ പേര്, ഒരു പനി വന്ന് ലോകം വഴി മാറിപ്പെട്ടോ, ഒരു ജോലി ഇല്ലാതെ നഷ്ടപ്പെട്ടപ്പോൾ തൂങ്ങി മരിച്ചു, എത്രയോ തലമുറകൾ നഷ്ടപ്പെട്ടു പോയി. നമുക്ക് വിഷയങ്ങളില്ലാഞ്ഞിട്ടാണോ? പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടാണോ? പ്രതികൂലമില്ലാഞ്ഞിട്ടാണോ? അല്ല, ഒരിക്കലും എന്നെ അനുമനാതെ പോകില്ല. എൻ്റെ തുരുത്തിയാളെന്താ? ഇന്ന് നമ്മൾ എന്താണ്? എഴുന്നേറ്റ് പ്രകാശിക്കുക. നമ്മുടെ കുടുംബം പ്രകാശിക്കാൻ പോവാ, എൻ്റെ തലമുറകൾ പ്രകാശിക്കാൻ പോവാ. ഇരുട്ട് മൂടി വെച്ച ചില മേഖലകളെ നോക്കി, പരിഹസിച്ച ചില വിഷയങ്ങളെ നോക്കി, എന്നെ ഒതുക്കി കളഞ്ഞ ചില ജീവിത മേഖലക്കകത്ത് എന്റെ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുക. ആ ദേശം കാണുക, ശത്രു കാണുക, ചുറ്റുപാടുകൾ കാണുക, നിന്ദിച്ചവർ കാണുക. ദൈവ തേജസ് പ്രാപിക്കാൻ ഇന്ന് പകൽക്കാലം തേജസ് പ്രാപിച്ച കർത്താവിന്റെ വരവോളം. ഹല്ലേലൂയ. എന്നാ വരുന്നത് നമുക്കറിയാവോ? ഇല്ല. ഒരു മണവാളന് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു മണവാട്ടിയെ നമ്മള്. വാട്ടം തട്ടാൻ സാധ്യതയുണ്ട്, മാലിന്യം പറ്റാൻ സാധ്യതയുണ്ട്. എങ്കിലും നമ്മുടെ മണവാളൻ വാട്ടവും മാലിന്യവും തട്ടാത്ത മണവാട്ടിയെ തേടി വരുമ്പോ
ഞാനും നീയും ഹല്ലേലൂയ നമ്മളെ തന്നെ ഒരുക്കി നമ്മുടെ എണ്ണ കുറഞ്ഞു പോകാതെ അരഗമനകര ആത്മീയ അഗ്നി നമ്മൾ കെട്ടുപോകാതെ അനുദിനം നമ്മൾ മറ്റുള്ളവരേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു പ്രകാശമായി, ഒരു ലൈറ്റ് ഹൗസായി പ്രതികൂലത്തിലും പ്രതിസന്ധിയിലും വരുന്ന ജനത്തിനൊരു ലൈറ്റ് ഹൗസ്, ദിശ തെറ്റി നടക്കുന്ന ചില ആത്മീയ മക്കൾക്ക് ഒരു ലൈറ്റ് ഹൗസ്, ദിശ തെറ്റി നടക്കുന്ന ചില ഇരുട്ടിന്റെ മേഖലകൾക്ക് ഒരു ആത്മീയ ലൈറ്റ് ഹൗസായി ഞാൻ മാറും. എന്റെ കുടുംബം മാറും, എന്റെ തലമുറകൾ മാറും. നമ്മളങ്ങ് പ്രഖ്യാപിച്ചാൽ മതി. നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ചിലപ്പം ഒന്ന് സാധ്യതയല്ലായിരിക്കാം, സാധ്യതയില്ലാത്തതിനെ, അസാധ്യമെന്ന് പറഞ്ഞ് തള്ളിയതിനെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തിന്റെ വചനമാ. നീ എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. മുടിയനായ പുത്രനാ തനിക്കുള്ളതെല്ലാം ചോദിച്ചു വാങ്ങിച്ചു. പലരും ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങിച്ച ദൈവത്തിൽ നിന്ന് അകന്നുപോയ പലരും ഉണ്ട്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഏതെങ്കിലും ജീവിതം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ആരാധനയും ദൈവിക വചനവും നീ ചില തീരുമാനങ്ങൾ എടുത്ത് ദൈവത്തിന് വേണ്ടി ഇറങ്ങിയ ചില വ്യക്തിത്വങ്ങളുണ്ട്. പക്ഷെ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാതെ മുടിയനായി പുത്രനെ പോലെ ചില നന്മകൾ പ്രാപിച്ചപ്പോൾ അപ്പന്റെ ഭവനത്തെ അപ്പനെ മറന്ന് നിന്റേതായ ലോകത്തിന്റെ മ്ലേച്ഛതകൾക്കും ലോകത്തിന്റെ മോഹങ്ങൾക്കും നിന്നെ മറപറ്റി, ദൈവത്തെ മറപറ്റി ആരേലും ദൈവത്തിൽ നകന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആ വചനത്തിന് അവസാനം പറയുന്നുണ്ട്, അവൻ അവന്റെ അപ്പന്റെ ഭവനത്തെ പറ്റി ഓർത്തു, എന്നിട്ട് അവൻ എഴുന്നേറ്റു എന്നൊരു വാക്കുണ്ട്. അങ്ങനെ അവൻ എഴുന്നേറ്റ് ഹല്ലേലൂയ അപ്പന്റെ അടുക്കൽ പോയി. സ്തോത്രം. ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ള ജീവിതത്തോട് ഞാൻ പറയുവാ, നീ ഇന്ന് എഴുന്നേൽക്കണം. ആ മുടിയനായ പുത്രനെ പോലെ എഴുന്നേറ്റ് നിന്റെ അപ്പന്റെ ഭവനത്തെ പറ്റി നിന്നെ നടത്തിയവരെങ്കിലേക്ക് മടങ്ങി വരിക. എപ്പോഴും നിന്റെ ഉള്ളിൽ അത് തോന്നിയിട്ടുണ്ട്, എന്നിട്ടും നീ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഒതുങ്ങിയിരിക്കുവാനല്ല, മടങ്ങി വരണം. കാലം അതിന്റെ ഗതി മാറി സഞ്ചരിക്കുമ്പോൾ നീയും അതിൽ പോയി നശിക്കാതെ എഴുന്നേറ്റ് അവന്റെ പ്രകാശത്തിലേക്ക് മടങ്ങി വരണം. ഇരുള് മൂടുന്ന ജാതികളില്ല, അന്ധകാരം കൂരിട്ടും ജാതികളെ പിടിക്കുമ്പോൾ അതിനകത്ത് നീ കുടുങ്ങിപ്പോകാതെ എന്റെ ദൈവത്തിന്റെ നീതി സൂര്യനായവൻ പ്രകാശിക്കാൻ പോവുക. അവനിലേക്ക് അടുക്കുന്നവരും പ്രകാശിക്കും. ലോകത്തിന്റെ വെളിച്ചമാകുന്നവൻ ഇന്ന് പകൽക്കാലം എന്റെ നിന്റെ ജീവിതത്തിൽ പ്രകാശിക്കുമ്പോൾ നിന്റെ ഇരുളടഞ്ഞ നിന്റെ ജീവിതജ്ഞാത ഹല്ലേലൂയ മൂടി വെച്ച ചില ആരാധനകളാ, മൂടി വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയാതെ, ഇന്നലകളിൽ ഉപവസിച്ചതുപോലെ ഉപവസിക്കാൻ കഴിയാതെ, ആരാധിക്കാൻ കഴിയാത്തവണ്ണം നിന്റെ കാലിനെ ശരീരത്തെ കെട്ടിവെച്ച ചില ഇരുളിന്റെ മേഖലകളെ, ഇരുത്തിക്കളഞ്ഞ മേഖലകളെ ആത്മാവിന്റെ ശക്തി കൊണ്ട്, ആത്മാവിന്റെ പുതുക്കം കൊണ്ട്, തേജസ്സിന്റെ ശക്തി പ്രാപിച്ച് യേശുവിന്റെ നാമത്തിൽ ഇരുളിന്റെ മേഖലകൾ മാറിപ്പോകട്ടെ. വാഗ്ദത്തത്തിന്റെ വെളിച്ചങ്ങൾ ഇറങ്ങി വരട്ടെ. ദൈവത്തിന്റെ തേജസ് ജനത്തിന്മേൽ, കുടുംബങ്ങളുടെ മേൽ. ഇരുട്ട് നമ്മളിപ്പോ വചനമൊക്കെ കേട്ട് മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആവും, അല്ലയോ? ഞാൻ എപ്പോഴും പറയും, നമ്മൾ ചർച്ചിലോട്ട് വന്നു കഴിയുമ്പോഴത്തേന് നമ്മളെല്ലാം മറന്ന് എൻ്റെ എല്ലാം നീ എന്തോ നല്ല പാട്ടുകൾ അല്ലേ, ഹല്ലേലൂയ. നമ്മളങ്ങ് പാടി അങ്ങ് ആത്മാവിലായി പുറത്തോട്ട് ഇറങ്ങുമ്പം ഇരുട്ട് പറയും, നീങ്ങി വാടാ, പിന്നെ മൂടാൻ വരും. അപ്പൊ എന്താ പറയണ്ടേ? ഇരുളിന് ഇനി എന്നെ പിടിച്ചു വെക്കുവാൻ കഴിയില്ല, ഇരുട്ടിന് എന്നെ പിടിച്ചു വെക്കുവാൻ കഴിയില്ല. അവന്റെ തേജസ് പ്രാപിച്ചവളാ, അവിടെ തേജസ് വീണവളാ, നീ വീണവനാ. ഹല്ലേലൂയ. ആത്മാവിന്റെ അട തിന്നു കഴിഞ്ഞപ്പോ ഏലിയാവിന് ചാവണോ? ചൂരച്ചെടിയും വിട്ടു പിന്നെ അങ്ങ് ഓട്ടമായിരുന്നു. എഴുന്നേറ്റ് നിന്നുപോയില്ലല്ലോ, ഓടി. പിന്നെ ഒരു ഓട്ടമായിരുന്നു. ഈ ആത്മാവിന്റെ നിറവില, ശക്തിയില, ബലത്തില നമ്മൾ ഓരോ നിമിഷമായിരിക്കുമ്പോൾ തേജസ് പ്രാപിച്ച് ഓടിക്കണം. ഏലോഹമിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റികളുണ്ട്. പാസ്റ്റർ പറയും, പിന്നെ താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയോടനുബന്ധിച്ച് ഹാഫായിട്ട് പാർട്ട് ടൈമായിട്ടൊക്കെ കർത്താവിൻ്റെ വേല ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു പൊട്ടനെ പോലെ, ഒരു പൊട്ടിയെ പോലെ ഏൽപ്പിച്ച് നിങ്ങൾ കൊടുത്താലുണ്ടല്ലോ,
എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ഒരു നാണക്കേട് തോന്നാതെ എന്നെ ഉയർത്തുന്നവനെ ഉയർത്തും. ഞാൻ ഇപ്പോഴും ഞാൻ പറയുക, എൻ്റെ ദൈവത്തെ ഞാൻ എൻ്റെ നല്ല പ്രായത്തിൽ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്ക് ലോകത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സീരിയലോ സിനിമയോ എൻ്റെ സ്വപ്നം അങ്ങതൊക്കെയായിരുന്നു കേട്ടോ. ഞാൻ ഉള്ളത് പറയുക. ഞാൻ ഇന്ന് ഓർക്കും, എനിക്ക് അന്ന് ബിൻപാസിനെ പോലെ ഒരു പ്രവാചകൻ എന്നോട് പറഞ്ഞതാ, നിന്റെ മുമ്പിൽ 2 വഴിയുണ്ട്. ഒന്ന് ലോകത്തിന് വഴി, അത് അവസാനം ചീഞ്ഞു നാറും. രണ്ടാമത്തത് ഇടുക്കും ഞെരുക്കമാണെങ്കിൽ ഒരു വലിയ വിശാലതയുണ്ട്. നീ ഏത് സമർപ്പിക്കുന്നുവോ, ഞാനൊന്നൊരു പൊട്ടിയെ പോലെ ദൈവകരത്തിൽ എന്നെ സമർപ്പിച്ചപ്പോ നമ്മുടെ വീഴ്ച കാണുവാൻ, താഴ്ച കാണുവാൻ, നീ ഒതുങ്ങി ഒതുങ്ങി ഓരോ വാക്കിന് അമ്പിനാൽ എന്നൊക്കെ പാട്ടൊക്കെ പാടി നമ്മളെ നല്ല പല വാക്കുകളും നമ്മളെ ഒതുക്കി. ഒരു വാക്കാണ് ഏലിയാവിനെ ഒതുക്കിയത്. നമ്മളെ ഒതുക്കുന്ന വാക്കിന് മുമ്പിൽ ഒതുങ്ങിപ്പോകാതെ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ നീ ബലം പ്രാപിച്ച ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്നൊക്കെ പരസ്യങ്ങൾ കാണുന്ന പോലെ ദൈവത്തിന്റെ തിരുവചനമാണ് എന്റെ സീക്രട്ട്, എന്റെ ആത്മീയ എനർജി. എന്റെ പ്രതിസന്ധികളിലും എന്റെ പ്രതികൂലങ്ങളിലും എല്ലാം എന്റെ എനർജി ഇതാന്ന് പറയണം. ഇതിനെ മാറോട് ചേർത്തണച്ചാല, ഇതിനെ ഉയർത്തിയാല, ഇതിനെ പരമാർത്ഥമായി കൊണ്ടു നടന്നാൽ നീ ലജ്ജിപ്പാൻ ഒരിരുട്ട് നിന്നെ മൂടത്തില്ല. മൂടുവെന്ന് തോന്നിയാലും അവന്റെ തേജസ് ഒരു പ്രഭ പോലെ മൂടിയതിനെ മറമാറ്റി നിന്നെ പുറത്തു കൊണ്ടുവരും. നിന്നെ പുറത്തു കൊണ്ടുവന്ന് അനേകർക്ക് നീ ഒരു ലൈറ്റ് ഹൗസ് ആവും. ഇന്ന് പകൽക്കാലം ദിശ തെറ്റിയതിനും ദിശയില്ലാതെ അലയുന്നതിനും ഒക്കെ ഞാനൊരു ലൈറ്റ് ഹൗസ് ആവും. എന്നെ കൊണ്ട് ദൈവം എന്താഗ്രഹിക്കുന്നു അതിന് പ്രകാരം ഞാൻ ആയിത്തീരും. ഒരു പൊട്ടനെ പോലെ ഏൽപ്പിക്കുവാൻ തയ്യാറാകുക. എഴുന്നേറ്റ് പ്രകാശിക്കുക. പ്രകാശം വന്നിരിക്കുന്നു. ദൈവത്തിന്റെ തേജസ് എന്റെ മേൽ, എന്റെ സഭയുടെ മേൽ, എന്റെ തലമുറകളുടെ മേൽ. ഈ വചനങ്ങൾ ആ ദൈവം അനുഗ്രഹിക്കട്ടെ. ഉന്നഴകാന കൺകൾ എന്നെ കണ്ടതാലേ முடிந்ததென்று நினைத்து நான் உயிர் வாழ்கின்றேன். எல்லா கரங்களும் வீசி பணமும் உன்னழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்து நான் உயிர் வாழ்கின்றேன். யாரும் அறியாத ஓ நன்றாயறிந்து தேடி வந்த நல்ல நேசரே, யாரும் அறியாதே யாரும் அறியாத என்னை ஓ நன்றாயறிந்து தேடி வந்த நல்ல நேசரே. അതുകൊണ്ട് കരങ്ങളെ ഉയർത്തി ആരാധന ശബ്ദം ഉയർത്തി പാടാമോ? ആരാധന കരങ്ങളെ വീശി ആരാധന, യേശുവിന് ആരാധന. ശബ്ദം കരം ഉയർത്തി പാടാമോ? ആരാധന 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 ആരാധന. ഒരിക്കൽ കൂടി കരങ്ങളെ വീശി ആരാധന ആരാധന കരങ്ങളെ വീശി ശബ്ദമുയർത്തി ചേർന്ന് പാടി കർത്താവിന് വന്നത് കൊടുക്കാമോ?